നമ്മുടെ ശരീരത്തിൽ മരണശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ശരീരത്തിൽ ഡീകമ്പോസിഷൻ നടക്കുന്നത് അഥവാ ജീർണിക്കുന്നത്? നിരവധി പ്രക്രിയയിലൂടെയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത്. ഡീകമ്പോസിഷൻ നടക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഭൂമിയിൽ ജന്മമെടുത്ത ഏതൊരാൾക്കും മരണമുണ്ടെന്ന് നമുക്കറിയാം. ശ്വാസോച്ഛ്വാസം നിലയ്ക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. പിന്നെ ഹൃദയമിടിപ്പും നിൽക്കുന്നു. അതോടെ തലച്ചോറിന് മരണം സംഭവിക്കുന്നു. ഇത് മൂന്നും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മരണം സ്ഥിരീകരിക്കാൻ കഴിയുന്നു. പിന്നെ ശരീരം ഡീകമ്പോസിഷൻ പ്രക്രിയയ്ക്ക് തയ്യാറാകുന്നു. ഡീകമ്പോസിഷന്റെ പ്രാഥമിക ഘട്ടത്തിനെ പ്രൈമറി ഫ്ലസിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. പിന്നെ മസിലുകളെല്ലാം അയങ്ങി വരുവാൻ തുടങ്ങുന്നു. അതുമൂലം വായ തുറന്നു വരികയും കണ്ണടഞ്ഞു പോവുകയും ചെയ്യുന്നു. മൃതശരീരത്തിന്റെ താപനില കുറഞ്ഞു വരുന്നത് കാരണം ശരീരം നല്ലപോലെ തണുക്കുവാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയെ ഡെത്ത് ചിൽ എന്ന് വിളിക്കുന്നു. പിന്നെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം രക്തയോട്ടം നിൽക്കുന്നു. അതോടെ രക്തം ശരീരത്തിന്റെ അടിഭാഗത്ത് കെട്ടിക്കിടക്കുന്നു. മരണശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഡീകമ്പോസിഷന്റെ ആദ്യ അടയാളം കാണിച്ചു തുടങ്ങുന്നു. ഈ അവസ്ഥയിൽ ശരീരം നീല നിറമായി മാറുന്നു. ഇതിനെ ലിവർ മോർട്ടസ് എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 3 തൊട്ട് 6 മണിക്കൂറുകൾക്കകം നേരത്തെ അയഞ്ഞ മസിൽസുകളെല്ലാം ചുരുങ്ങുവാൻ ആരംഭിക്കുന്നു. ഇതിനെ റിഗർ മോർട്ടസ് എന്നാണ് വിളിക്കുന്നത്. ഈ അവസ്ഥയിൽ എല്ലാ മസിൽസും കട്ട പിടിച്ച് സ്റ്റിഫായി ഇരിക്കുന്നു. ഇതിന്റെ ദൈർഘ്യം മരിച്ച ആളിന്റെ ഏജ്, ജെൻഡർ, പിന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മസിൽ കട്ട പിടിക്കുന്ന അവസ്ഥ അടുത്ത 20 തൊട്ട് 84 മണിക്കൂർ വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ മസിലുകൾ പിന്നെയും അയഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനെ സെക്കൻഡറി ഫ്ലെക്സിഡിറ്റി എന്ന് വിളിക്കുന്നു. ഇത്രയും കഴിയുമ്പോഴാണ് ശരീരം ശരിക്കും ജീർണിക്കുവാൻ ആരംഭിക്കുന്നത്. ഡീകമ്പോസിഷൻ എന്ന പ്രക്രിയ ചുറ്റുമുള്ള അന്തരീക്ഷ ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നു. മണ്ണിലും വെള്ളത്തിലും ഐസിലും മൃതദേഹം കുഴിച്ചിട്ടാൽ ആദ്യം ഡീകമ്പോസിഷൻ നടക്കുന്നത് മണ്ണിലായി, പിന്നെ വെള്ളത്തിലും, അതിനുശേഷം മാത്രമേ ഐസിലും നടക്കുകയുള്ളൂ. മണ്ണിലെ അനുകൂലമായ താപനിലയും അവിടുത്തെ സൂക്ഷ്മാണുക്കളുടെ അളവുമാണ് ഇതിന് കാരണമാകുന്നത്. എന്നിരുന്നാലും മൃതദേഹത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ ഒരേപോലെയായിരിക്കും. ഓക്സിജൻ എത്താതെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വല്ലാതെ കൂടിവരും. ഈ ടോക്സിക് ഗ്യാസിന് പുറത്തു പോകാൻ കഴിയാതെ അവ ഓരോ സെല്ലിലും കെട്ടിക്കിടക്കുന്നു. അങ്ങനെ ശരീരം വീർത്ത് വരുന്നു. ഇതിനെ ബോൾ സ്റ്റേജ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ശരീരത്തിലെ ബാക്ടീരിയകൾ ഹൈഡ്രജൻ സൾഫൈഡും മീഥൈനും പോലെയുള്ള ഗ്യാസുകൾ പുറപ്പെടുവിപ്പിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ നിന്ന് വരുന്ന രൂക്ഷമായ ദുർഗന്ധം മറ്റുള്ള പ്രാണികളെ ആകർഷിക്കുന്നു. പിന്നെ ആക്റ്റീവ് ഡീകേ എന്ന ഘട്ടത്തിൽ ചെറുപ്രാണികളും സൂക്ഷ്മാണുക്കളും മൃദുലമായ മനുഷ്യന്റെ ടിഷ്യൂസിനെ ഭക്ഷിക്കുന്നു. അതിനുശേഷമാണ് അഡ്വാൻസ്ഡ് ഡീകേ നടക്കുന്നത്. ഈ പ്രക്രിയയിൽ ശരീരത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ജീർണിച്ചു കഴിയും. അതോടുകൂടി സ്കെൽട്ടനൈസേഷൻ എന്ന പ്രക്രിയ ആരംഭിക്കുന്നു. എല്ലാ ടിഷ്യൂസും ഡീകമ്പോസ് ചെയ്ത് ഏകദേശം 24 ദിവസം കഴിയുമ്പോൾ അസ്ഥികൾ മാത്രം അവശേഷിക്കും. ഡീകമ്പോസിഷനെ പറ്റി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഉപകാരപ്പെടുന്ന വീഡിയോയുമായി പിന്നത്തെ ദിവസം